There is a nomadic tribe in South India called Kakalas, and they are the chief characters in this drama. So the drama came to be called Kakarashi Natakam. But though the theme of this play is about the life of the Kakala tribe, not even one Kakala has ever taken part in the performance of the play. The actors are always members belonging to other tribes or castes. The Kakalas are the lowest and the most miserable class of people in the society. And the chief object of the Kakarshi Natakam is to make the public aware of the poverty, misery, and sufferings of the Kakalas. There are many episodes enacted in the play, and the episodes which will be enacted now is a part of the Kakarshi Natakam play. The theme of the portion is Kakan makes his reappearance as the Sundara Kakan. As a snake charmer, he goes snake searching into the deep jungle, blowing his pipe in the rhythm of the snake. But unfortunately, the snake bites him and he falls unconscious. Meanwhile, the Kakatis, the wives of the Kakan, anxiously await the return of their husband. Alarmed, they go searching with Ayakeshan, the brother of these Kakatis. After they have travelled many a weary day through the thick jungle, at last they find him lying unconscious. The Kakan is ultimately saved. The person who impersonates the character Ayakeshan is one of the most brilliant and most popular artists in this theatre. His name is Govindan. He is one of the main person behind the revival of the Kakarshi Natakam, and he is one of the most creative artists. He is not only an actor, but he also creates poems, and he creates many improvisations of his own. അടിയം ഒരു ജാലവിദ്യക്കാരനാണല്ലോ ഭഗവാനെ. അടിയം ഒരു പാമ്പാട്ടിയാണല്ലോ ഭഗവാനെ. അനേകം ജാതി സർപ്പങ്ങളും അടിയന്റെ കൈവശമുണ്ടല്ലോ ഭഗവാനെ. എന്നാൽ തമ്പുരാൻ കൂടെ ഒന്ന് കൂടിയാട്ടെ. മമാദൂരയ്യരച്ചേ മങ്കയക്കലുങ്കലയ്യ മമാദൂരയ്യരച്ചേ മമാദൂരയ്യരച്ചേ മങ്കയക്കലുങ്കലയ്യ മമാദൂരയ്യരച്ചേ മമാദൂരയ്യരച്ചേ മങ്കയക്കലുങ്കലയ്യ മമാദൂരയ്യരച്ചേ മമാദൂരയ്യരച്ചേ മങ്കയക്കലുങ്കലയ്യ മമാദൂരയ്യരച്ചേ സമമനർക്കുലത്തിലുദിത്ത ബ്രാഹ്മണ പാമ്പ്
കൊത്തും ചീരും കടിക്കത്തേ ഉള്ളേ ഭഗവാൻ. അതിൻ്റെ ഈറ്റിപ്പല്ലെല്ലാം അടത്ത് കളഞ്ഞിട്ട് വിഷപ്പല്ലെല്ലാം വെച്ചിട്ടുണ്ടോ ഭഗവാനെ? ആണല്ലോ ഉപദ്രവിക്കില്ല ഭഗവാനെ. എന്നാൽ തമ്പുരാൻ കൂടെ ഒന്ന് കൂടിയാട്ടെ. ജാലകളി കാണുവേ എന്മാലുകൾ ജാലകളി കാണുവേ 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 ബാംബേ പൂനം തേടു ബാംബേ ബാംബേ ആനന്ദ പതിവിടക്കാട് ബാംബേ ബാംബേ ആടു ബാംബേ പൂനം തേടു ബാംബേ ബാംബേ ആനന്ദ പതിവിടക്കാട് ബാംബേ ബാംബേ ഞാനാടും പാമ്പല്ലോ നാഗം പാമ്പ് പാമ്പ് തമ്പിയാടും പാമ്പല്ലോ ജലം പാമ്പ് പാമ്പ് ആടു ബാംബേ പൂനം തേടു ബാംബേ ബാംബേ ആലോകരെ കണ്ണങ്ങാടു ബാംബേ ബാംബേ ചുണ്ടു ചുവന്ന പാമ്പ് പാടുമേ കുട്ടി നിന്നെ പാടുമേ കുട്ടി നിന്നെ താട് പാമ്പേ പാമ്പേ ആടു ബാംബേ ഇതുപോലാടു ബാംബേ ബാംബേ ആലോകരെ കണ്ണങ്ങാടു ബാംബേ ബാംബേ ആടു ബാംബേ ഇതുപോലാടു ബാംബേ ബാംബേ ആലോകരെ കണ്ണങ്ങാടു ബാംബേ ബാംബേ ആടു ബാംബേ ഇതുപോലാടു ബാംബേ ബാംബേ ആലോകരെ കണ്ണങ്ങാടു ബാംബേ ബാംബേ അത്തിമരത്തിലെ മുത്തയ്യേറ്റേ ബാംബേ ആടുമരത്തിലെ ആടു ബാംബേ പൂനം തേടു ബാംബേ ബാംബേ ആനന്ദ പതിവിടക്കാടു ബാംബേ ബാംബേ ഇതുപോലാടു ബാംബേ ബാംബേ ആലോകരെ കണ്ടങ്ങാടു ബാംബേ ആടു ബാംബേ പൂനം തേടു ബാംബേ ബാംബേ ആലോകരെ കണ്ടങ്ങാടു ബാംബേ ഒന്നല്ല രണ്ടല്ല മുട്ടയേറ്റേ ബാംബേ 100,000 മുട്ടയേറ്റേ ബാംബേ ആടു ബാംബേ ഇതുപോലാടു ബാംബേ ബാംബേ ആലോകരെ കണ്ടങ്ങാടു ബാംബേ ബാംബേ ആടു ബാംബേ ഇതുപോലാടു ബാംബേ ബാംബേ ആലോകരെ കണ്ടങ്ങാടു ബാംബേ ബാംബേ ആടു ബാംബേ ഇതുപോലാടു ബാംബേ ബാംബേ ആലോകരെ കണ്ടങ്ങാടു ബാംബേ ആടു ബാംബേ ഇതുപോലാടു ബാംബേ ആടു ബാംബേ ഇതുപോലാടു ബാംബേ ആടു ബാംബേ ഇതുപോലാടു ബാംബേ അഞ്ചു ബാംബേ പുമരിമേൽ മഞ്ഞു ബാംബേ അഞ്ചു ബാംബേ പുമരിമേൽ മഞ്ഞു ബാംബേ ആടു ബാംബേ ഇതുപോലാടു ബാംബേ ആടു ബാംബേ ഇതുപോലാടു അയ്യോ അയ്യോ ഈ ചള്ളടിയെ ഞാൻ ചതിച്ചല്ലോ അച്ഛാ. ഞാൻ അന്നേരത്തെ പറഞ്ഞു ബാബിനെ ഇവിടെ കളിപ്പിക്കലിനും വല്ലാത്ത കുഴപ്പങ്ങൾ നേരിടും. അയ്യോ അല്ല ഈ വേദനയോടുകൂടി തന്റെ കാക്കാത്തുമാരങ്ങ് വിളിച്ചേക്കും. അയ്യോ തമ്പുരാ അയ്യോ ഒന്നങ്ങ് വിളിച്ച് വിട്ടേക്കണേ ഭഗവാന്. ഇത് കാക്കാൻ തന്റെ കാക്കാത്തുമാരെ താൻ തന്നെ അങ്ങ് വിളിച്ചേക്കും. തമ്പുരാ ഏതെങ്കിലും വിധത്തിൽ അവർ രക്ഷപ്പെടുത്തുന്നുണ്ട്.
തമ്പുരാ ഒന്ന് വിളിച്ചങ്ങ് വിട്ടേക്കണേ ഭഗവാനെ. അയ്യോ കാക്ക തന്റെ ഈ വേദനയോട് കൂടിയാണ് വിളിച്ചത്. അയ്യോ ഓടിവായേ ഓടിവായേ ചത്തുപോകും മുമ്പേ വന്നു രക്ഷ ചെയ്യണേ. ഓടിവായേ ഓടിവായേ അയ്യോ ചത്തുപോകും മുമ്പേ വന്നു രക്ഷ ചെയ്യണേ. ഓടിവായേ ഓടിവായേ ചത്തുപോകും മുമ്പേ വന്നു രക്ഷ ചെയ്യണേ. ഓടിവായേ ഓടിവായേ ചത്തുപോകും മുമ്പേ വന്നു രക്ഷ ചെയ്യണേ. പൂത്തനായി പിടിച്ച പാമ്പ് കൊത്തുവാനു അയ്യോ കൊത്തിയെന്നെ പാമ്പുകൾ ഓടിവായേ ഓടിവായേ ചത്തുപോകും മുമ്പേ വന്നു രക്ഷ ചെയ്യണേ. പൂത്തനായി പിടിച്ച പാമ്പ് കൊത്തുവാനു അയ്യോ കൊത്തുവാനു ജാതകത്തിലുള്ള വിധി കയ്യനാലേ. ഓടിവായേ ഓടിവായേ ചത്തുപോകും മുമ്പേ വന്നു രക്ഷ ചെയ്യണേ. വീട്ടിയത് തീർത്തവട്ടി വീട്ടിലുണ്ട് അയ്യോ വീട്ടിലുണ്ട് ചങ്കവർണ്ണ മരുന്നരയും. ഓടിവായേ അയ്യോ ചത്തുപോകും മുമ്പേ വന്നു രക്ഷ ചെയ്യണേ. മഞ്ഞുളങ്ങി പുസ്തകത്തെ നിവർത്തി നോക്ക് അയ്യോ നിവർത്തി നോക്ക് പാമ്പ് കടിച്ചാൽ കൊടുക്കുന്ന മരുന്ന് നോക്ക്. ഓടിവായേ ഓടിവായേ മഞ്ഞുളങ്ങി മധുവാണി ഓടിവായേ അയ്യോ ഓടിവായേ ചതുവരും മുമ്പേ വന്നു രക്ഷ ചെയ്യണേ. ഓടിവായേ ഓടിവായേ ചത്തുപോകും മുമ്പേ വന്നു രക്ഷ ചെയ്യണേ. Thank you.
വിളിക്കട്ടാക്ക. എടാ അഴകേശോ. അക്ക അവൻ വിളിയാക്കുന്നില്ല. അക്കൻ ഞാൻ വന്ന് വിളി. എടാ അഴകേശോ. അവൻ വിളിയാട്ട് ഇപ്പം വരുവടി. പിന്നെ ഇപ്പം വരുവക്ക. അവൻ വിളി കേട്ടാ. അക്ക നീ ഒന്നും കൂടെ പോയി വിളി. എടാ അഴകേശോ. വിളി കേട്ടാ അക്ക. പിന്നെ അവൻ ഇപ്പം വരും. ചോക്ക് ചോക്ക് തമല ചോക്കാ ചോക്ക് ചോക്ക് തമല ചക്കാക്കിര കണ്ണില ചോക്ക് ചോക്ക് തമല ചക്കാക്കിര കണ്ണില ചോക്ക് ചോക്ക് താ ചക്കാക്കിര കണ്ണില റൈറ്റ് റൈറ്റ് താ രജമേ രുവല്ല ചോക്ക് ചോക്ക് താ ചക്കാക്കിര കണ്ണില റൈറ്റ് റൈറ്റ് താ രജമേ രുവല്ല ഓ ഓ ഇതെന്നാ വിളിക്കാതെ നിന്നെ വിളിച്ചത് വേറൊന്നുമല്ല. നമ്മുടെ പ്രാണദാനം കഴിഞ്ഞ് 6 ദിവസമായി. അതുകൊണ്ട് നീ ചെല്ലാം ഒന്ന് പോയി തിരക്കിയില്ല. നിങ്ങളുടെ പ്രാണനാഥന ആ ഓ ഞാനറിയാതെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാണാദം വന്ന നീ വല്ലയിടത്ത് വായോക്കാൻ പോയാൽ ഞങ്ങളാ കുറ്റക്കാറ്. വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും ചോദിച്ചു. ഞാൻ വായു നോക്കാൻ പോയെന്നും പറഞ്ഞോണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും ഇറങ്ങി പോവാന്ന് അത് നീ വീട്ടിൽ പോയി അച്ഛനും അമ്മയോടും ചോദിച്ചില്ലേ. അതാ അയാള് ഏത് മലയിലാണ് പോയത് മൂക്കുന്നി മലയില്. മൂക്കുഞ്ഞാലയിൽ മൂക്കുഞ്ഞാലയിൽ പോണവര് പിന്നെ തിരിച്ചു വരണ പതിവില്ലേ അക്കാ അതെന്താടാ? ആ മൂക്കുഞ്ഞു മലയിലാണെങ്കിൽ ദുഷ്ടമൃഗങ്ങളുള്ള വനത്തിലാണ് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. അയാളുടെ ജാതിയിൽ ആരാണെന്ന് അറിയാമോ? ഞാനൊരു പാമ്പാട്ടി. അതെന്താടാ? ഈ പാമ്പാട്ടികളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാമോ? അവന് ചട്ടിയിൽ വെള്ളം കൊടുക്കുമോ എടേ, ഇവൻ ജാതിയും മതമൊന്നും ഇല്ലടാ. അത് ശരി ചെല്ല ഒന്ന് പോയി തിരക്കിയിട്ടല്ല. അക്കാ എന്തൊരു ആഴ്ചയാണ് പോയെന്നറിയാമോ? ഒരു വെള്ളിയാഴ്ച. ഓ, ആ കാളനി കണ്ടെന്റെ ചെവി പിടിച്ച് മുറുക്കി ചറങ്ങ് വിട്ടുകൊടുത്തക്കാ ഞാൻ പോയ പോക്കിന് പിന്നെ പോത്തോലും ഇല്ലായിരുന്നു. അയ്യോ, ഇവന്റെ മുതുകിലൊന്നൊരു സർക്കാർ വരെ. കണ്ട എടേ, ചെല്ല നീ ഒന്ന് പോയിട്ട് വാടാ. ഞാൻ പോവില്ല. എടാ, പറഞ്ഞാലും 5 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ട് അല്ലെങ്കിൽ ഞാനില്ല. അയ്യോ, ഞങ്ങളുടെ പ്രാണനാഥൻ തന്നിട്ട് പൈസ അല്ലാതെ കഞ്ഞി വെച്ച് കൊടുത്ത്. അത് ശരി. എന്നാ എളുപ്പത്തിനൊരു പണിയുണ്ട്. എന്താടാ? പരി നമുക്ക് പോവാം, വീട്ടിൽ പോവാം. എടാ, എന്താ കാര്യം പറയടാ? പിന്നെ നിങ്ങള് പൈസ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് പോണത്? എടി അക്ക, നീ അപ്പുറത്തെ വീട്ടിൽ പോയി കുറച്ച് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്. അല്ലാതെ ഇവ പോവില്ല. അതാ പാല് വാങ്ങിക്കാൻ കൂടെ കേട്ടാ മറന്നല്ലേ. ചെല്ല ഓടി വരണേടാ. നീ എങ്ങും പോയിരുന്ന് കളിക്കരുതേ. എളുപ്പം വരണം കേട്ടാ. കൊണ്ട് ചെല്ല ഓടി പോയിട്ട് വരണേ. എളുപ്പം വരണേല്ല. നിനക്ക് വന്നിട്ട് ഞങ്ങൾ പഴിഞ്ഞെല്ലാം തരാം. ഇന്നാൾക്ക് നീ പറഞ്ഞതാ വാങ്ങിച്ചു തരാം. എളുപ്പം വരണേ. കോടി കോടി തത്തമ്മ, കോടി കോടി തത്തമ്മ, ഓടി ഓടി തത്തമ്മ ഓടിപ്പോയി കൊച്ചമ്മ തത്തമ്മ, കോടി കോടി തത്തമ്മ, ഓടിപ്പോയി തത്തമ്മ ഓടിപ്പോയി കൊച്ചമ്മ ഓടിപ്പോയി തത്തമ്മ ഓടിപ്പോയി കാണാനില്ലല്ലോ അക്ക. എന്റെ മത്തമ്പി ഇവിടെ ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. അവൻ എവിടെ പോയിരുന്ന അല്ലെങ്കിൽ അവൻ പോണ പോക്കിന് ഒരു പോത്ത പോലും കൊടുക്കില്ല. തിരിച്ചു വരണമെന്ന് ഒരു ഉദ്ദേശവും അവനില്ല. ഏതാ മരുത്തെല്ലാം ചെറുക്കന്മാര് തടി കുറിച്ച് വരി കൊണ്ടൊന്ന് കൊടുക്കാൻ
പിന്നെ അവൻ ഇവിടെ പോയിരുന്നു കളിക്കായിരിക്കും, അതാണ് അവനെ കാണാനില്ലാത്തത്. ഇല്ല അവനെ കാണാനേ ഇല്ല. കണ്ണും തെക്കുന്ന പോലെ കണ്ണിന് മൂക്കിന് പാലും കുറച്ച് ദിവസമായി. ഇനി ഞാൻ വീട്ടിൽ തന്നെ എന്തെന്ന് പറയും. ഇല്ല, അവൻ ഇവിടെ പോയിരുന്നു കച്ചി കളിക്കായിരിക്കും. ശരിയാക്കി എന്താ പൊന്നാക്കച്ചി. അയ്യോ 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 എന്താ പൊന്നാക്കച്ചി. അയ്യോ നമുക്ക് ഇനി ആരോട്ടടി പൊന്ന. അയ്യോ അയ്യോ ശരിയാക്കാ. ഞാൻ കൊണ്ടി എന്നെ പേടിട്ടല്ലേ ഞാൻ പറഞ്ഞ പൊന്ന് കാല എന്താ പൊന്നാക്കാ. മൂക്കുഞ്ഞ് കളി ചെന്ന് കേട്ട. അയ്യോ ചെന്നാ അതില് ഒരു പൊണ്ണം പാമ്പിനെ കയറി പിടിച്ചു. പാമ്പ് ഇങ്ങോട്ട് തിരിഞ്ഞ് മച്ചമ്പിയെ കടിച്ച്, മച്ചമ്പി പാമ്പിനെ കടിച്ച്, പാമ്പ് മച്ചമ്പിയെ കടിച്ച് കൊന്നാടി കൊന്ന. എനിക്ക് വയറ് വെച്ചിട്ട് ഒരു ചുമട് നടക്കാൻ വയ്യ. ഞാൻ ഇവിടെ ഇരിക്കാൻ കഞ്ഞി പോയി. എന്താ പൊന്നാക്കാ എനിക്ക് വയറ് വെച്ചിട്ട് വയ്യ. എനിക്കൂടെ വാശി അക്കച്ചി. ഞാൻ വരുമ്പോ എന്റെ കാല് കഴിക്കുമ്പോ എന്നെ എടുത്താലോ. പിന്നെ അക്കച്ചി ഒരുപാട് ദൂരം ഉണ്ടോടാ? ഇനി ഒരാറുനാവര് ദൂരമല്ല അക്കച്ചി. ഓടിയോയോ എന്നെ ഞങ്ങളവിടാണ്. കളഞ്ഞിട്ട് പോവാനുള്ളത് എനിക്ക് കാല് വയ്യാക്കാ. അക്കാ മരുന്ന് എവിടെ ഇരിക്കാണ്? കൊണ്ടുവന്നാടാ ഈ കാൽപ്പറ്റി എവിടെ ഇരിക്കണേ? വലിയ മുറിക്കകത്ത് കാണും. കാൽപ്പറ്റി തുറക്കണ താക്കോല ഓടിപ്പോ എടുത്തുണ്ടോ? ഓ കൊണ്ടുവന്നാടാ. എന്താ ഈ ഒറ്റ താക്കോലാണ്. അല്ല
ഇങ്ങോട്ട്. നീയാണ് അവനെ വഷളാക്കണത്. ദൈവമേ, ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പ്രാണനാഥൻ ഞങ്ങളുടെ കൂടെ വരണേ. കാര്യം പറ. നീ കാര്യം പറയട്ടെ. നിന്റെ ദൈവം കൂടെ കിടന്ന് ഓടിയപ്പോ ഈ കളഞ്ഞിൽ ഓടാൻ നിന്റെ ദൈവം വന്നില്ല. മരുന്ന് കൊടുക്കാൻ ഞാൻ വന്ന അവന്റെ കാലിന്റെ മുട്ടിയാണ് അടിച്ചു കൊടുത്തോളൂ. ആ മരുന്ന് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റണം? എന്തായാലും പറഞ്ഞോണ്ട് ദൈവമേ, ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പ്രാണനാഥൻ ഞങ്ങളുടെ കൂടെ വരണേ. ഈ മരുന്ന് കൊടുക്കുമ്പോ ഇയാള് ഞങ്ങളോടെ വരെയൊന്നും വേണ്ട. അല്ല മരുന്നും കുടിച്ചോണ്ട് അയാള് പോട്ട്. ഈ മരുന്നും കുടിച്ചോണ്ട് ഞമ്മ പാകാളത്തിൽ ഓടരുതാ കേട്ടാ. പലപ്പോഴും മരുന്ന് ഓടി എത്തത്തി. ഈ മരുന്ന് മാറി എടുത്തോണ്ടാ? ഇല്ല, നീ പറഞ്ഞ മരുന്ന് തന്നെ. അങ്ങാരാണ് ഞാൻ മരുന്ന് മാറ്റി അടിച്ചില്ലേ. മരുന്ന് എല്ലാം നരമ്പിൽ ഓടി എത്തണ്ടേ. നിങ്ങള് ഒപ്പരാളത്തിൽ നോക്കുവോ? ഞാൻ മറ്റില്ല വേണ്ട, എന്നെ ഒന്ന് നോക്ക് കണ്ടുകൂടിയേ. ആ മരുന്ന് ഇവിടെയൊക്കെ ചൂടായി. മരുന്ന് കൊണ്ടൊക്കെ കണ്ടാക്കാം. നീയാണോ ഒരു സഹോദരൻ? പാമ്പാട്ടിയാണോ? അയാളെ ജാതിയിൽ കുറഞ്ഞവനല്ലേ? വീട്ടിൽ കയറ്റാൻ കൊള്ളാവോ? ചട്ടിയിൽ വെള്ളം കൊടുക്കാൻ കൊള്ളാവോ? ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് ആക്ഷേപങ്ങളെല്ലാം പറഞ്ഞു. നീ പറഞ്ഞില്ലേടാ? പറഞ്ഞില്ല. അങ്ങനെ ഒരു ആരെങ്കിലും വന്ന അങ്ങനെ ആരാളും ചോദിച്ചില്ല. അത് ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടെ അങ്ങ് പറഞ്ഞു. എന്റെ മൂക്ക് പാങ്ങ അടുത്താളെ ഓ അങ്ങനെയൊന്നും പറയണ്ട. ഇപ്പൊ ജാതിയും മതമൊന്നുമില്ല. അതുമില്ല, എന്നോട് പറയണ്ടേ. പിന്നെ ജാതിയേതടാ മതഭേദം താനേടാ ജാതിയേതടാ മതഭേദം താനേടാ ജാതിയേതടാ മതഭേദം താനേടാ ജാതിയേതടാ മതഭേദം താനേടാ ആദിയിൽ നാരദമാമുനി വണ്ണാത്തി മകനേടാ ആദിയിൽ നാരദമാമുനി വണ്ണാത്തി മകനേടാ
ഏയ് അവരെടുക്കുന്നതാ, ഞാൻ വന്നിട്ട് ഞാനിനി എടുത്തോളാം. ഡാഡിയാ ഡാഡാ മലമേലമാ